പാറ്റ് കമിൻസ് തിരിച്ചെത്തുന്ന മത്സരത്തിൽ വിജയിച്ച് തുടങ്ങാൻ എന്തായാലും SRHന് സാധിച്ചിട്ടുണ്ട്. രാജസ്ഥാൻ ഉയർത്തി 228 റൺസിന്റെ വിജയലക്ഷ്യം 9 ബോളുകൾ ബാക്കി നിൽക്കുകയാണ് ചേസ് ചെയ്ത് SRH ജയിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ ഇന്നിങ്സിൽ രാജസ്ഥാന് വേണ്ടിയിട്ട് 36 ബോളിൽ ഒരു റെക്കോർഡ് സെഞ്ചുറി സൂര്യവംശി അടിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് ഇതിനു മുന്നേ ഈ രണ്ട് സൈഡുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഫസ്റ്റ് ബോളിൽ തന്നെ ഡെക്കായിട്ട് സൂര്യവംശിക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സൂര്യവംശിക്ക് മാത്രമല്ല രാജസ്ഥാൻ മൊത്തത്തിൽ ഹൈദരാബാദ് ബോളിങ്ങിന് മുന്നിൽ ചൂളിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഡെക്കാക്കിയ ബോളറിനെ തന്നെ ആദ്യത്തെ ഓവറിൽ 4 സിക്സുകൾ അടിച്ചുകൊണ്ടാണ് സൂര്യവംശി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് വന്ന ബോളർമാർക്ക് എല്ലാവർക്കും ഇതേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് സൂര്യവംശിയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ടായിരുന്നത്. 12 സിക്സുകൾ അടക്കമാണ് ആ 100 റൺസിലേക്ക് എത്താനായിട്ട് സൂര്യവംശിക്ക് പറ്റിയത്. ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പെട്ടെന്ന് നഷ്ടമായെങ്കിലും പിന്നീട് സൂര്യവംശിയും ജുറലും കൂടിയിട്ട് ആ സ്കോർ ബോർഡ് ഉയർന്നാണ് കണ്ടത്. രണ്ടാമത്തെ വിക്കറ്റിൽ അവർ 112 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പും അവർക്ക് ആ ഒരു ബാറ്റിംഗ് ഉണ്ട്, അതായത് ഈ രണ്ടുപേരുടെയും എക്സ്പ്ലോസീവ് ബാറ്റിങ്ങിനുണ്ട് അവർക്ക് ചേർക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ജുറലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്നത്. ആ ജുറലിൻ്റെ വിക്കറ്റ് നഷ്ടമാകുന്ന സാഹചര്യത്തിൽ 12.4 ഓവറിൽ 152 റൺസ് സ്കോർ ബോർഡിൽ ചേർക്കാനായിട്ട് ഈ ഒരു പെയറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലുള്ള റൺ റേറ്റിൽ അവർ സ്കോർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഏകദേശം 250 ഒരു സ്കോറിൽ അവർ എത്തുന്നതാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ സൂര്യവംശിയുടെ വിക്കറ്റ് പോയതോടുകൂടി അവരുടെ ആ ഒരു ബാറ്റിങ്ങിൻ്റെ വേഗത കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡൊണോവൻ ഫെരേര വന്നിട്ട് കുറച്ചൊന്ന് തകർത്തടിക്കാനായിട്ട് ശ്രമിച്ചാലും മറ്റേ അറ്റത്ത് വിക്കറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നായിരുന്നു. റിയാൻ പരഗനാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതിനുശേഷം വന്ന ജഡേജയ്ക്കാണെന്നുണ്ടെങ്കിലും ഹെഡ്മേറിനാണെന്നുണ്ടെങ്കിലും അവർ റൺ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഹൈ പേസിൽ റൺ എടുക്കാനായിട്ട് അവർക്കും സാധിച്ചില്ല. അങ്ങനെ 228 റൺസ് മാത്രമാണ് അവർ സ്കോർ ബോർഡിൽ ചേർക്കാനായിട്ടുള്ളൂ. ഓൾമോസ്റ്റ് 12 റൺസ് പെർ ഓവറിൽ രാജസ്ഥാൻ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിലും തൻ്റെ 4 ഓവറിൽ 27 റൺസ് മാത്രം വിട്ടുകൊടുത്തിട്ട് ഒരു വിക്കറ്റ് എടുക്കാനായിട്ട് പാറ്റ് കമിൻസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ആ ഒരു ഇന്നിങ്സിൽ നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. പിന്നെ വിട്ടുകളയുന്ന ക്യാച്ചുകളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കളിയിലും കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സൂര്യവംശിയുടെ ഒക്കെ ക്യാച്ചുകൾ ഈസി ആയിട്ട് വിട്ടുകളയുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജുറലിൻ്റെ ക്യാച്ച് വിട്ടുകളയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ വീണ്ടും ഒരു ട്രെൻഡ് പോലെ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് മുന്നുള്ള കളികളിലും ഒരുപാട് ക്യാച്ചുകൾ ഇങ്ങനെ വിട്ടുകളയുന്നുണ്ട്. അപ്പോൾ ഈ കളിയിലായാലും അതിന് മോശം ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് ഇന്നിങ്സിലും അതിന് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ബോളിൽ തന്നെ ക്യാച്ച് കളഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ആർച്ചർ 3 മത്സരങ്ങളിലായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് എടുത്തിട്ട് അതൊരു ട്രെൻഡായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ 4ാമത്തെ മത്സരത്തിലും ഫസ്റ്റ് ബോളിൽ വിക്കറ്റ് എടുക്കാനായിട്ട് ആർച്ചറിന് ഒരു അവസരം ഉണ്ടായിരുന്നു. ഹെഡിൻ്റെ എഡ്ജായിട്ട് വന്ന ബോൾ പക്ഷേ ജുറൽ വിട്ട് കളയാണ് ചെയ്തത്. അങ്ങനെ ആ ഒരു അവസരം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓവറിൽ 4ാമത്തെ പന്തിൽ തന്നെ ജുറലിന് തന്നെ ക്യാച്ച് കൊടുത്തുകൊണ്ട് ഹെഡിൻ്റെ വിക്കറ്റ് എടുക്കാനായിട്ട് ആർച്ചറിന് സാധിച്ചു. പിന്നീട് ക്രീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മേനും കൂട്ടുപിടിച്ചിട്ട് ആ ഒരു ചേസ് നല്ല രീതിയിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അതായത് ഒരേ സമയം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മത്സരിച്ച് തങ്ങളുടെ സ്കോർ ഉയർത്താൻ ശ്രമിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. രണ്ടാമത്തെ വിക്കറ്റിൽ 132 റണ്ണിൻ്റെ പാർട്ട്ണർഷിപ്പും ഇവർക്ക് രണ്ടുപേർക്കും ചേർക്കാനായിട്ട് പറ്റി. 50 അടിച്ചതിന് ശേഷം അഭിഷേകിൻ്റെ വിക്കറ്റ് നഷ്ടമാവുന്നുണ്ട്. അതുപോലെ തന്നെ അധികം വൈകാതെ തന്നെ ഇഷാൻ കിഷൻ്റെയും വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ പിന്നീട് ക്രീസിലെത്തിയിട്ടുണ്ടായിരുന്ന നിതീഷ് കുമാർ ആണെങ്കിലും ക്ലാസനാണെന്നുണ്ടെങ്കിലും ആ ഒരു വിജയത്തിനോട് തൊട്ടടുത്ത് വരെ ഹൈദരാബാദിനെ എത്തിക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇവർ രണ്ടുപേരും വിക്കറ്റ് പോയെങ്കിലും സലീൽ അറോറ വന്നിട്ട് ഒരു 6 അടിച്ചിട്ട് 9 ബോൾ ബാക്കി നിൽക്കെ സൺറൈസേഴ്സിന് ആ ഒരു വിജയം നേടിക്കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെ ഒരു വിജയത്തോടു കൂടി അവർക്ക് ആ പോയിന്റ്സ് ടേബിളിൽ 3ാമത് എത്താനായിട്ടും പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഫോമുല, അതായത് ആ വിന്നിംഗ് ഫോമുല തുടർന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ടോപ്പ് 4 നിലനിൽക്കാനായിട്ട് പറ്റുള്ളൂ, പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത നേടാനായിട്ടും പറ്റുള്ളൂ. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് അറിയിക്കുക.